ഫതുഹുൽ മുബീൻ 44-ാമത്തെ സബഖ്, 4-ാമത്തെ ഹദീസിന്റെ ചർച്ചയിലെ അവസാന ഭാഗം. വഫി സ്വഹീഹൈനി, ബുഖാരി മുസ്ലിമിൽ ഇങ്ങനെ കാണാം. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നിശ്ചയം നബി തങ്ങൾ പറഞ്ഞു, മാമിൻ നഫ്സിൻ മൻഫൂസത്തിൻ ഇല്ലാ വഖദ് കതബല്ലാഹു മക്കാനഹ മിനൽ ജന്നത്തി വന്നാർ. ശരീരത്തിൽ നിന്നൊന്നും തന്നെയില്ല, ശരീരമാക്കപ്പെടാൻ പറ്റുന്ന ഒരു ശരീരം തന്നെയില്ല. ആ ശരീരത്തിന്റെ സ്ഥാനം നരകത്തിലാണെങ്കിൽ നരകത്തില്, സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തില് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടല്ലാതെ ഇല്ല എന്നതാണ്. ഇത് പറയുമ്പോൾ വഖാല റജുലുൻ യാ റസൂലല്ലാഹ്, നബിയെ എന്ന് വിളിച്ചുകൊണ്ട് ശ്രോതാവിൽ നിന്ന് ഒരാൾ നബിയോട് ചോദിക്കുകയാണ്, അവലാ നംകുസു അലാ കിതാബിന വനദഉൽ അമല. ഇങ്ങനെയാണെങ്കിൽ അല്ലാഹു തആല ഇതെല്ലാം നിശ്ചയിച്ചു വെച്ചില്ലേ? അപ്പൊ അല്ലാഹു തആല നിശ്ചയിച്ച് ക്ലിപ്തമാക്കി എഴുതി വെച്ച ആ എഴുത്തിന്റെ മേലിൽ ഞങ്ങൾ താമസിക്കുന്നു, ഞങ്ങൾ അമലൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യട്ടെ. അപ്പൊ ഒരു അമല് ചെയ്യേണ്ട, അള്ളാഹ് കണക്കാക്കിയതിൽ ഉണ്ടാവുള്ളൂ. ആ ഒരു നിലപാട് സ്വീകരിച്ച് നിങ്ങൾ താമസിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഹബീബാൻ വിധങ്ങൾ അതിന്റെ മറുപടിയായിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അമല് ചെയ്യണം. ഏതൊന്നിനു വേണ്ടിയിട്ടാണോ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ അതിന് എല്ലാവരും എളുപ്പമാക്കപ്പെട്ടവരാണ്. അത് അമല് ചെയ്യാൻ ഞാൻ പറ്റൂല, അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അമ്മാ അഹ്ലു സഅാദത്തി, അപ്പോൾ വിജയത്തിന്റെ അഹ്ലുകാർ, ഫയുയസ്സറൂന ലിഅമലി അഹ്ലി സഅാദത്തി, എന്നാൽ വിജയത്തിന്റെ അവകാശികൾക്കുള്ള കർമ്മങ്ങൾ എന്താണോ അതേക്ക് എളുപ്പമാക്കപ്പെട്ടവനാണ്. അങ്ങനെയാണോ അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ അയാൾക്ക് നല്ല അമലുകൾ എളുപ്പമായിരിക്കും. അമ്മാ അഹ്ലു സഖാവത്തി, അപ്പോൾ പരാജയപ്പെട്ട വിഭാഗത്തിന്റെ ആളുകള്, ഫയുയസ്സറൂന ലിഅമലി അഹ്ലി സഖാവത്തി, അപ്പോൾ പരാജയപ്പെട്ട അഹ്ലുകാര് അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം എന്താണോ അതിലേക്ക് എളുപ്പമാക്കപ്പെട്ടവനായിരിക്കും. ഇതിന്റെ മറുപടിയാണ് റസൂലുള്ളാഹി ഇങ്ങനെ കൊടുത്തത്. എന്നതിന്റെ ശേഷം പിന്നെ ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി ഫഅമ്മാ മൻ അഅതാ വത്തഖാ എന്ന ആയത്തേന് രണ്ടായത്ത് അങ്ങോട്ട് ഓതി. فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى فأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى എന്നിങ്ങനെയുള്ളതായ ആയത്തോട് ഓതിക്കൊടുത്തു. അപ്പോ എന്താണ് ഈ ഹദീസ്? അപ്പോൾ ഈ ഹദീസിന് മനസ്സിലാക്കാനുള്ളത്, അന്നൽ കിതാബ സബഖാ ബിസ്സഅാദത്തി വശഖാവത്തി, ഇവൻ പരാജയപ്പെട്ടവനാണ് വിജയിച്ചവനാണ് എന്നതുകൊണ്ടുള്ള തീരുമാനം എഴുത്ത് മുൻകടന്നു എന്ന് മനസ്സിലായി. മാത്രവുമല്ല അന്നഹുമാ മുഖദ്ദറാനി ബി ഹസ്ബിൽ അഅ്മാൽ, ഈ പറഞ്ഞ സഅാദത്തും ഈ പറഞ്ഞ സഖാവത്തും ഒക്കെ അമലുകളുടെ സ്ഥിതി അനുസരിച്ചുകൊണ്ട് കണക്കാക്കപ്പെട്ടതാണ് എന്നും അന്ന കുല്ലൻ മുയസ്സറു ലിമാ ഖുലിഖ ലഹു മിനൽ അഅ്മാലി അല്ലത്തി ഹിയ സബബുൽ ലഹുമാ, വിജയപരാജയത്തിന് കാരണമായി വരുന്ന കർമ്മങ്ങളായിരിക്കുമല്ലോ സൃഷ്ടിക്കപ്പെട്ടത്. അത് വിജയത്തിൻ്റെതാണെങ്കിൽ വിജയകർമ്മമുണ്ടാകും, പരാജയത്തിൻ്റെതാണെങ്കിൽ പരാജയ കാരണത്തിലുള്ള കർമ്മങ്ങളുണ്ടാകും. അത്തരം കർമ്മങ്ങളിലേക്ക് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ സൃഷ്ടിക്കപ്പെട്ട കർമ്മങ്ങളിലേക്ക് എളുപ്പമാക്കപ്പെട്ടവരാണ് എല്ലാ സൃഷ്ടികളും എന്നും ഈ ഹദീസ് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. അപ്പൊ അല്ലാഹു തആല തീരുമാനിച്ചതല്ലേ അങ്ങനെ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് മൂലക്ക് ഇരിക്കാൻ പാടില്ല. ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ആ അമലുകൾ വരുന്നതിനനുസരിച്ച് അള്ളാഹ് കണക്കാക്കിയത് ഇങ്ങനെയാണെന്ന് തീരുമാനിക്കാനും കാരണമായി കിട്ടും. ഹാദൽ മഅന അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ വുജൂഹിൻ കസീറത്തിൻ, ഇതേ ആശയപരമായി കൊണ്ട് ഒരുപാട് വഴികളിലൂടെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ആവട്ടെ ഈ ഹദീസിന്റെ പിൻബലത്തോടുകൂടി അതിന് തെളിവായിക്കൊണ്ടാണ് ഈ ഹദീസുകളൊക്കെ വ്യാഖ്യാനിച്ചോട് കൊണ്ടുവന്നത്. ആകത്തുക അള്ള മുമ്പേ കൂട്ടി തീരുമാനിച്ചു വെച്ചു, നമ്മൾ അമൽ ചെയ്യേണ്ടതുമുണ്ട്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത് റവാഹുൽ ബുഖാരി വ മുസ്ലിമുൻ എന്ന് പറഞ്ഞല്ലോ. വഹുവ ഹദീസുൻ അളീമുൻ ജലീലുൻ, ഈ ഹദീസ് വളരെ പ്രധാനമുള്ളതും വലിയ വലിയ ആശയം ഉൾക്കൊള്ളുന്നതുമായ ഹദീസാണ്. എന്ന് പറഞ്ഞാൽ യതഅല്ലഖു ബിമബ്ദിൽ ഖൽഖി വ നിഹായതിഹി, ഒരു സൃഷ്ടിപ്പിന്റെ ആരംഭം അതിന്റെ അന്ത്യം
ഇതുമായി ഈ ഹദീസിന് ബന്ധമുണ്ട്, അതൊക്കെ അതിൽ പറയുന്നുണ്ടല്ലോ. പിന്നെ ആ ദുനിയാവ് ആഖിറം ഇത് രണ്ടിലും എന്തൊക്കെയാണ് കണക്കാക്കിയ വിധികൾ, ആ വിധികളുമായിട്ട് ഈ ഹദീസിന് ബന്ധമുണ്ട്. പിന്നെ ഇൻകാറു അംറുബിനി അബീദ് മിന സുഖാദിൽ ഖദരിയ, ഖദരിയാക്കളെ വിഭാഗത്തിൽ സായിദീങ്ങളായി ജീവിക്കുന്ന ഒരാളായിരുന്നു, ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഈ അംർ എന്ന് പറയുന്ന ആള്. അയാളുടെ നിഷേധിക്കല് ലഹു ഈ ഹദീസിനെ കുറിച്ച് മിൻ വലാലത്തിഹി വ ഖറാഫത്തിഹി, അത് അദ്ദേഹം ഈ ഖദറിനൊക്കെ നിഷേധിക്കുന്നുണ്ടല്ലോ, ആ നിഷേധത്തെ കുറിച്ച് എന്ത് പറയാനുള്ളതാണ്? അത് അയാളുടെ വഴി കേടിൽപ്പെട്ടതാണ്, അയാൾ വഴി തയ്ച്ചു പോയിട്ടുള്ള ചിന്തയാണ്. ഖറാഫത്തി അയാൾ പുതുതാക്കി ഉണ്ടാക്കി എന്തൊക്കെയാണ്, ഹമാക്കത്തി അയാളുടെ വിഡ്ഢിത്തമാണ്, ജഹാലാത്തി അയാൾക്കുള്ള അറിവില്ലായ്മയുമാണ്, അതിന്നുണ്ടായതാണ്. അതുകൊണ്ട് ഇവിടെ അത് പ്രാധാന്യമല്ല. അപ്പൊ ഈ ഹദീസിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. പിന്നെ ബയ്യനഹുൽ ഖതീബുൽ ഹാഫിളു, ഖതീബുൽ ഹാഫിദ് തങ്ങൾ എന്താണ് വ്യക്തമാക്കി വെച്ച ഒന്ന്, ബർഹന അലൈഹി അതിന്റെ മേൽ തെളിവായി മൂപ്പര് പറയും ചെയ്ത ഒന്ന്, ആ ഒന്ന് എന്തിനാലാണ്? മിൻ അന്നഹ വല്ലാഹില്ലദീ ലാ ഇലാഹ ഗൈറുഹു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് പറഞ്ഞ അവസാനം വരെ പറഞ്ഞ ഈ വാക്ക് അത് ആരിൽപ്പെടുന്നതാണ്? മിൻ കലാം ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് തങ്ങളുടെ കലാമിൽപ്പെട്ടതാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഖതീബുൽ ഹാഫിദ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അത് ഫമർദൂദുൻ അലൈഹി, അത് അവരുടെ മേലിൽ തന്നെ റദ്ദ് ചെയ്യപ്പെട്ടതാണ്, ശരിയല്ല. വവുറൂദുഹു അൻഹു, പിന്നെ ഇബ്നു മസ്ഊദ് തങ്ങളെ തൊട്ട് ഈ ഹദീസ് വാരിദാവുക എന്നുള്ളത് മുദ്റജം മിൻ ഖൗലി ബി റിവായത്തിൽ ലാ തുഖാമു റിവായത്ത സ്വഹീഹൈനി, ബുഖാരി മുസ്ലിം നിവേദനം ചെയ്ത ഹദീസുമായി തുലനം ചെയ്യാൻ കഴിയാത്ത ഒരു റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ ഖൗലിലൂടെ കടത്തിക്കൂട്ടിയതായിട്ട് ഇത് വന്നതാണ് എന്ന് പറയും. ഹാദിഹി ശരീഖ, എന്നാൽ ഈ വ്യക്തമായിരിക്കുന്ന ഈ പദം മനസ്സിലാക്കി തരുന്നത് ഫീ റബീഹി, അത് അദ്ദേഹത്തിന്റെ വാക്കൊന്നുമല്ല, ഈ ഹദീസ് മർഫു ആണ് എന്ന് വ്യക്തമാണല്ലോ എന്ന് തിരിഞ്ഞു. അനിത്തനസുലി, ഒന്നും കൂടി ഇത് ഇറങ്ങി പറയുകയാണ് എങ്കിൽ അന്നഹു മുദ്റജും മിൻ ഖൗലിഹി, അദ്ദേഹത്തിന്റെ വാക്കിൽ കൂടി അത് കടത്തപ്പെട്ടതാണ് എന്ന് വന്നാൽ വലാ യുൻസബ് ഇലൈഹി ഇല്ലല്ലഫ്ളു, അങ്ങനെ വരികയാണെങ്കിൽ ആ അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെടേണ്ടത് അദ്ദേഹം പറഞ്ഞ വാക്ക് മാത്രമേ ഉള്ളൂ. അമ്മൽ മായന, അപ്പോൾ മായന ആശയം നോക്കുമ്പോ സ്വഹീഹായ ത്വരീഖുകളിലൂടെ നബി തങ്ങളെ തൊട്ട് ശരിയായി വന്നതാണ് ഈ ഹദീസിന്റെ ആശയം. ആശയത്തിന് കുഴപ്പമില്ല, ലഫ്ള് അങ്ങനെയാണെങ്കിൽ മൂപ്പര് പറഞ്ഞതാന്ന് വെക്കാം, ആശയം അതല്ല നബി പറഞ്ഞതെന്ന് വെക്കാം. മിൻഹാനിൽ ബുഖാരി, ആ സ്വഹീഹായ തുർക്കുകളിൽപ്പെട്ടത് തന്നെയല്ലേ ബുഖാരി മാമിനുള്ള ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, അമലുകളൊക്കെ അന്ത്യങ്ങളെ കൊണ്ടാണ് എന്ന് പറഞ്ഞ ഹദീസ് ബുഖാരിക്ക് സ്വരീഖും സഹീഹിൽ കിട്ടിയത് തന്നെയല്ലേ, അപ്പൊ അതിൽ പെട്ടത് തന്നെയാണ്. ഒമിൻഹ, അതേ സ്വഹീഹായ തുർക്കിൽ കിട്ടിയതാണ് ഇബ്നു ഹിബ്ബാൻ തങ്ങൾക്കുള്ളത്. ബി സ്വഹീഹി, തന്റെ സ്വഹീഹിൽ കാണാം, ഇന്നമൽ അഅ്മാലു ബി ഖവാതീമിഹാ കൽ വിഖാഇ, അമലുകളൊക്കെ അതിന്റെ അന്ത്യങ്ങളെ കൊണ്ടാണ് തീരുമാനിക്കുക, അതൊരു പാത്രം പോലെയാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ വൈദാ ത്വാബ, പാത്രത്തിന്റെ മുകൾ ഭാഗം റെഡിയായാൽ നന്നായ, ത്വാബ അസ്ഫലു അടിഭാഗവും നന്നായി. വൈദാ ഖബുസ അയിലാവ്, പാത്രത്തിന്റെ അടിഭാഗം മുകൾ ഭാഗം വടക്കാണെങ്കിൽ ഖബുസ അസ്ഫലു, അതിന്റെ അടിഭാഗവും മോശമായി എന്നല്ലേ വരിക. അപ്പോ ഇതും സഹീഹായിരിക്കുന്ന തുർക്കിലൂടെ ഇബ്നു ഹിബ്ബാൻ തങ്ങൾക്ക് വഴി കിട്ടിയ ഹദീസ് തന്നെയല്ലേ. ഒമിൻഹ, അതേ വാറർ തരീഖിൽ കിട്ടിയതാണ് മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇന്നർ റജുല യഅമലു സമാന തവീല, ദീർഘകാലം ഒരാൾ അമൽ ചെയ്യും. ബി അമലി അഹ്ലി ജന്നത്തി, സ്വർഗ്ഗക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലാണ് ചെയ്യുക. സുമ്മ യുഖ്തമു ലഹു, പിന്നീട് അയാൾക്ക് അവസാനം കുറിക്കപ്പെടുന്നത് ബി അമലി അഹ്ലിന്നാർ, നരകക്കാർ പ്രവർത്തിക്കുന്ന കർമ്മങ്ങളെ കൊണ്ടാണ് എന്നും കാണാം. വഇന്നർ റജുല യഅമലു സമാന തവീല ബി അമലി അഹ്ലിന്നാർ, ഒരുപാട് കാലം അദ്ദേഹം നരകത്തിലേക്ക് പോകേണ്ട അഹ്ലുകാർ ചെയ്യുന്ന പണിയാണ് ഇയാളും ചെയ്തത്.
ലഹു പിന്നീട് അയാൾ അന്ത്യം കുറിക്കപ്പെട്ടത് ബി അമലി അഹ്ലിൽ ജന്നത്തി സ്വർഗക്കാർ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ടുമാണ് എന്നതും സ്വഹീഹാരിക്കുന്ന ത്വരീഖുകളിൽ കിട്ടിയ ഹദീസ് തന്നെയാണ് ഇതൊക്കെ. ഇതൊന്നും ഈ സ്വഹാബികളുടെയോ അല്ലെങ്കിൽ അവർ പറഞ്ഞ വാക്കല്ല, ഇതൊക്കെ നബിയെ തൊട്ട് തന്നെ കിട്ടിയതാണെന്ന് പറഞ്ഞുകൊണ്ടുവരുന്നത്. അഹ്മദ് റളിയല്ലാഹു തആല അൻഹു പുറപ്പെടുവിക്കുന്നു, ലാ അലൈക്കും നിങ്ങളെ മേൽ ഇല്ല, അല്ലാ തഅജ്ജബു ബി അഹദിൻ ഒരാളെ കൊണ്ടും നിങ്ങൾ എന്താണ് അത്ഭുതം കൂറുക എന്നതല്ല നിങ്ങൾക്കില്ല. അത്താ തൻദുറു മാ യുഖ്തമു ലഹു അദ്ദേഹത്തിന് ഏതൊന്നുകൊണ്ടാണ് അവസാനിപ്പിക്കപ്പെടുക എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടാകുന്നത് വരെ അദ്ദേഹത്തെ കൊണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുക എന്നതല്ല മറ്റൊന്നും നിങ്ങൾക്കില്ലല്ലോ. അൽ ഹദീസ് അത് നീണ്ട ഹദീസാണ്. അഹ്മദ് വത്തുർമദി വന്നസായി ഇവർ 3 പേർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയെ തൊട്ട് ഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങൾ ഞങ്ങളുടെ മേൽ പുറപ്പെട്ടു വന്നു. ഒഫിയദി കിതാബാനി അത്തരത്തിൽ നബി തങ്ങളുടെ കയ്യിൽ 2 കിതാബുണ്ട്. എന്നിട്ട് വഖാല ഹബീബ നബി തങ്ങൾ വന്നിട്ട് ചോദിച്ചു, തദറൂന മാ ഹാദാനിൽ കിതാബാനി ദാ ഈ 2 കിതാബ് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. പുൽന ഞങ്ങൾ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ് അറബ് നബിയെ ഞങ്ങൾക്കതറിയൂല, അള്ളാന്റെ പ്രവാചകരെ ഞങ്ങൾക്കറിയൂല എന്ന് പറഞ്ഞു. ഇല്ലാ അൻ തുഖ്ബിറന അതിനെക്കുറിച്ച് അങ്ങ് ഞങ്ങൾക്ക് വിവരം നൽകിയാലല്ലാതെ ഒരറിവില്ല. അപ്പൊ വഖാലില്ലദീ ബിയദിഹിൽ യംന വലത് കൈയിലുള്ളതിനെ കുറിച്ച് ഹബീബ നബി തങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നു, ഹാദാ കിതാബും മിൻ റബ്ബിൽ ആലമീൻ സർവലോക രക്ഷിതാവിൽ നിന്നുള്ളതാണ് ഇതാ ഈ കിതാബ്, ഈ വലത് കൈയിലുള്ള കിതാബ്. ഫീഹി അസ്മാഉ അഹ്ലിൽ ജന്ന ഇതിൽ സ്വർഗ്ഗക്കാരെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അസ്മാഉ ആബായിയും അവരുടെ പിതാക്കന്മാരെ പേരുണ്ട്. ഖബായിലിയും അവരുടെ ഗോത്രക്കാരെ പേരുമുണ്ട്. സുമ്മ അജ്മല അല ആഖിരിയും പിന്നീട് അവരുടെ അവസാനം ഏതുണ്ടോ അതിന്റെ മേൽ വരെ ഇതൊക്കെ പാട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പേരാണ് ഈ കിതാബാണ് ഇത് പറഞ്ഞു. ഫലാ യുസാദു ഫീഹിം വലാ യുൻഖുസു മിൻഹും അബദ ഇനി അവരിൽ ആരും കൂടുതലാക്കപ്പെടുകയോ അവരിൽ നിന്ന് ചുരുക്കപ്പെടുകയോ ഒരിക്കലും ഉണ്ടാകുന്നത് കറക്റ്റായിരിക്കും എഴുത്തിൽ പറഞ്ഞത് എന്നാണ്. സുമ്മ ഖാല ലില്ലദീ ശിമാലിഹി പിന്നെ നബി തങ്ങളുടെ ഇടത് കൈയിലുള്ള എഴുത്തിനെ പറ്റിക്കൊണ്ട് ഹബീബ നബി തങ്ങൾ പറയുകയുണ്ടായി, ഹാദാ കിതാബും മിൻ റബ്ബിൽ ആലമീൻ സർവലോക രക്ഷിതാവിൽ നിന്നുള്ള എഴുത്താണ് ഈ എഴുത്ത് എന്ന് പറഞ്ഞു. ഈ കിതാബിലുള്ളത് അസ്മാഉ അഹ്ലിൻ നാരി നരകക്കാരുടെ നാമങ്ങളാണ്. അസ്മാഉ ആബായി വ ഖബായിലിയും അവരുടെയും അവരുടെ പിതാക്കന്മാരുടെയും ഗോത്രക്കാരുടെയൊക്കെ നാമങ്ങളാണ് ഈ എട്ടിലുള്ളത്. സുമ്മ അജ്മല അല ആഖിരി പിന്നീട് അവരുടെ ലാസ്റ്റ് ആരാണോ ആ ലാസ്റ്റുള്ള ആളുടെ മേലും കൂടി ഇത് കൂട്ടിയിട്ട് ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞു. എന്നിട്ട് വലാ യുസാദു ഫീഹിം വലാ യുൻഖസു മിൻഹും അബദ ഇനി ഇവരിൽ ആൾ കൂടുകയോ കുറയുകയോ ഇല്ല, അത് കറക്റ്റ് ആയിരിക്കും. ഇതൊക്കെ അല്ലാഹു മുമ്പ് തീരുമാനിച്ച എഴുത്തുകളാണ് എന്ന് നബി തങ്ങൾ സ്വഹാബത്തിന്റെ മുമ്പാകെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായിരുന്നു. അബൂ വഖാല അസ്ഹാബഹു അപ്പൊ നബി തങ്ങളുടെ തിരുസന്നിധിയിലിരിക്കുന്ന അവിടുത്തെ തിരുവട്ടങ്ങൾ കണ്ടുകൊണ്ട് ആസ്വദിച്ച് നുബുവത്തിന്റെ വാക്കുകൾ കേട്ട് അവിടുത്തെ ആവാഹിച്ചെടുക്കുന്ന പ്രകാശിച്ച് മിന്നിത്തിളങ്ങുന്ന സ്വഹാബാക്കൾ പറഞ്ഞു, ഫീമൽ അമലു യാ റസൂലല്ലാഹ് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അമല്, പിന്നെ എന്തിനമലെയ്യണം? ഇൻകാന അംനു ഖദ് ഫുരിഅ മിൻഹു അതിൽ നിന്നൊക്കെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കപ്പെട്ട് നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അമല്? ഞാൻ അള്ളാഹ് തീരുമാനിച്ചു കഴിഞ്ഞില്ലേ, ആർക്കാരും സംശയം ഉണ്ടാവും, റെഡിയാണ്. ആ സംശയത്തെ ലോകപ്രവാചകർ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ മറുപടി കൊടുത്തു. വഖാല മഹാൻ പറഞ്ഞു, സദ്ദിദു വഖാരിബു നിങ്ങൾ നല്ല നിലക്ക് നിന്നോളി, നല്ല റെഡിയായിട്ട് അള്ളാഹു ഇബാദത്തും ചെയ്ത് റെഡിയായി നിൽക്കും. നിങ്ങൾ പലതും ചിന്തിക്കണ്ട, മോശമായൊന്നും ചിന്തിക്കണ്ട. ഫഇന്ന സാഹിബൽ ജന്നത്തി യുഖ്തമു ലഹു ബിഅമലി അഹ്ലിൽ ജന്ന സ്വർഗ്ഗക്കാരനാണെങ്കിൽ അയാളെ സ്വർഗ്ഗത്തിന്റെ അഹലുകാർ ചെയ്യുന്ന അമൽ കൊണ്ട് അന്ത്യം കുറിക്കപ്പെടും. വഇൻ അമില അയ്യ അമൽ ഏതൊരു അമൽ ചെയ്താലും അവസാനം സ്വർഗ്ഗക്കാർ ചെയ്യുന്ന അമലായിരിക്കും ചെയ്യാം. വഇന്ന സാഹിബൻ നാരി യുഖ്തമു ലഹു ബിഅമലി അഹ്ലിൻ നാരി വഇൻ അമില അയ്യ അമൽ ഏതൊരു നല്ല കർമ്മവൻ ചെയ്തിട്ടുണ്ട് എങ്കിലും നരകക്കാർ ചെയ്യുന്ന കർമ്മമായിരിക്കും അവസാനം നരകത്തിലേക്ക് പോകേണ്ട ആളാണ് എങ്കിൽ അയാൾ അന്ത്യം കുറിക്കപ്പെടുക എന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് സുമ്മ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിയദൈഹി അവിടുത്തെ 2 കൈ കൊണ്ട് ചൂണ്ടി പറഞ്ഞു. എന്നിട്ട് പനപദഹുമ അത് രണ്ടും ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിട്ട് അത് 2 നബി തങ്ങൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. സുമ്മ ഖാല പിന്നീട് നബി തങ്ങൾ പറഞ്ഞു,
ഫറഅ റബ്ബുക്കും മിനൽ ഇബാദ്, അടിയങ്ങളെ കാര്യത്തുനിന്ന് നിങ്ങളുടെ നാഥൻ എന്തായി ഒഴിവായി. ഇനി ഫരീഖും ബിൽ ജന്നത്തി ഫരീഖും ബിൽ സഈർ തീരുമാനമായി. ഒരു കൂട്ടർ സ്വർഗത്തിലേക്ക്, ഒരു കൂട്ടർ നരകത്തിലേക്ക്. ഇങ്ങനെയൊക്കെയാണ് തീരുമാനം എന്ന് മനസ്സിലായല്ലോ. ഇതേ ഹദീസിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മീൻ ബുജൂൽ മുതഅദ്ദിദത്തിൻ, എണ്ണമുടയതായിരിക്കുന്ന പല റൂട്ടുകളിലൂടെയായിട്ട് ഈ ഹദീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ അള്ളാഹുടെ തീരുമാനം പോലൊക്കെ നടക്കും. ആ തീരുമാനത്തിൽപ്പെട്ട തീരുമാനമാണ് അമൽ ചെയ്യണം എന്നുള്ള തീരുമാനം. അപ്പൊ നമ്മൾ അമൽ ചെയ്യണം, അള്ളാഹു ചോദിക്കുകയും വേണം. ഹദീസുൽ ബുഖാരി ഫി റജുലിൽ ലദീ ഖാതലൽ മുശ്രിക്കീന, മുശ്രിക്കുകളോട് യുദ്ധം ചെയ്ത യോദ്ധാവായ ആളെ പറ്റിയുള്ള ഒരു ഹദീസ് ബുഖാരി ഇമാമിനുണ്ട്. അതെന്താ? അബ്ലഗൽ ഖിതാൽ, അയാൾ അങ്ങേയറ്റത്തെ പോരാട്ടം നടത്തിയത്. ആ പോരാട്ടം നടത്തിയ വിഷയത്തിലൊരു ഹദീസ് കാണാം. അപ്പൊ ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളുടെ ഹദീസ് ഉണ്ടതിൽ, ഇന്നഹു മിൻ അഹ്ലിന്നാർ, ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ഈ യോദ്ധാവായ നരകത്തിലാണെന്ന് നബി തങ്ങൾ പറഞ്ഞു. ഇപ്പൊ സ്വർഗക്കാർ ചെയ്ത അമലുകൾ ചെയ്തത്, പക്ഷെ നരകത്തിലാണെന്ന് നബി പറഞ്ഞത്. അങ്ങനെ ജുരിക, അയാൾക്ക് മുറിയാക്കപ്പെടുകയും ഫലം യസ്ദിർ, അയാൾക്ക് സഹിക്കാൻ കഴിയാതെ അസഖ്യമായിരിക്കുന്ന രൂപത്തിൽ പെരുമാറി. അങ്ങനെ ഖതല നഫ്സു, അയാൾ സ്വന്തം നഫ്സിനെ കൊന്നുകളഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തു. ഫലമ്മാ ബലഗ ദാലിക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ വിവരണമാണ് നബി തങ്ങൾക്ക് എത്തിയത്. ഇങ്ങനെ യോദ്ധാവ് ഉണ്ടായിരുന്നു, അയാൾ അവസാനം ഇങ്ങനെയാണല്ലോ വന്നത് എന്നുള്ള വിവരം നബി തങ്ങൾക്ക് കിട്ടിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ആ സന്ദർഭത്തിൽ ബോധ്യമാകും വിധത്തിൽ, ഇന്നർ റജുല യഅമലു അമല അഹ്ലിൽ ജന്ന, സ്വർഗക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളായിരിക്കും ഒരു മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഫീമാ യബ്ദു ലിന്നാസി, ജനങ്ങൾക്ക് വെളിപ്പെടുന്ന കാര്യത്തിൽ അങ്ങനെയാണ്. അപ്പൊ ജനങ്ങളൊക്കെ മനസ്സിലാക്കുക ഇയാൾ നല്ല ആളാണ്, സ്വർഗക്കാരനാന്ന് പറയും. വഹുവ മിൻ അഹ്ലിന്നാർ, എത്തരത്തിൽ രഹസ്യമായി അള്ളാഹു തീരുമാനിച്ചതാണ് ഇയാൾ നരകത്തിലാണ് എന്നുള്ളത്. ഫൈനർ റജുല യഅമലു അമല അഹ്ലിന്നാർ, നരകക്കാർ ചെയ്യുന്ന പണിയായിരിക്കും ഇയാൾ ചെയ്യുക. ഫീമാ യബ്ദു ലിന്നാസി, ജനങ്ങൾക്ക് വെളിപ്പെടുന്ന കാര്യത്തിൽ. ജനങ്ങളെല്ലാരും പറയാ ഇയാൾ നരകത്തേക്ക് തന്നെയാണ്, കാരണം ഇയാൾ നരകത്തേക്ക് പോകേണ്ട പണിയാണെന്ന് ജനങ്ങൾ തീരുമാനിക്കും. വാസ്തവത്തിൽ മിൻ അഹ്ലിൽ ജന്ന, ഇയാൾ സ്വർഗത്തിന്റെ അവകാശിയാണ്. അപ്പൊ ഇങ്ങനെയാണ് അല്ലാഹു തആലയുടെ തീരുമാനങ്ങൾ. ഇത് ബുഖാരി റിപ്പോർട്ട് ഹദീസാണ്. അത് തന്നെ പറയാൻ കാരണം, മുശ്രിക്കുകളോട് അങ്ങേയറ്റം പടപൊരുതി ജയിച്ചു വന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ അവസാനം ഇത്രയും പുണ്യമാർക്കുന്ന അമല് ചെയ്താലും നരകത്തേക്ക് പോകേണ്ട പണിയാണ് അയാൾ എടുത്തത്. ക്ഷമിക്കാതെ അസഖ്യമായി പ്രകടിപ്പിച്ച് അവസാനം അയാൾ ആത്മഹത്യ ചെയ്യുക. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഫീഹി, ഈ ഹദീസിലുണ്ട് ഫീമാ യബ്ദു ലിന്നാസ് എന്ന് പറഞ്ഞില്ലേ, ആ വാക്കിൽ നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. അതിലുണ്ട് ഇഷാറത്തുന്നൊരു സൂചനയുണ്ട്. ഇലാ അന്ന ബാത്തിനൽ അംരി, കാര്യത്തിന്റെ രഹസ്യം, അത് യക്കൂറു, ചിലപ്പോൾ അത് ഉണ്ടാവുക ബിഖിലാഫി ളാഹിരി, അതിന്റെ ളാഹിർ എങ്ങനെയാണോ അതിന് നേരെതിരായിരിക്കും. രഹസ്യം പരസ്യം ഒരുപോലെ ആയിരിക്കൂല. പ്രത്യക്ഷത്തിൽ നല്ലതാണെങ്കിൽ അതിന്റെ ഉള്ളു മോശമായിരിക്കും. അപ്പൊ രഹസ്യം അതാണ്, അറിയൂല. അന്ന ഖാത്തിമത്തെ സൂ, അവസാനം ചീത്തയാവുക എന്നുള്ളത് തെക്കൂന്, അത് ഉണ്ടാകും. വൽ ഇയാദു ബില്ലാഹ്, കാവൽ അല്ലാഹു ചോദിക്കുക അവസാനം ചീത്തയാവലിനെ തൊട്ട്. അതുണ്ടാവുക ബാത്തിനിയത്തിൽ അബദ്, അടിമക്ക് വളരെ രഹസ്യമായി വളരെ രീതിയിൽ ആർക്കും അറിയാൻ കഴിയാതെ രഹസ്യമായി നിൽക്കുന്നൊരു കാരണം കൊണ്ടായിരിക്കും അവസാനം ചീത്തയാവുക. പല എത്തരോ അലൈഹന്നാസു, ജനങ്ങളാരും ആ ഒരു രഹസ്യത്തിന്റെ മേലോ അങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന കാര്യത്തിന്റെ മേൽ വെളിപ്പെടാൻ കഴിയൂല. കദാലിക, അപ്രകാരം തന്നെയാണ് അത് യഅമലു റജുലു അമല അഹ്ലിന്നാരി, നരകക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മം ഇയാൾ ചെയ്യും. വഫീ ബാത്തിനി, അത്തരത്തിൽ അയാളുടെ ഉള്ളിലുണ്ടാവും ഖസ്ലത്തു ഖൈർ, ഒരു നന്മയുടെ ഗുണം. ഖഫിയത്തുൻ, അത് തന്നെ വലിയ രഹസ്യമായിട്ടായിരിക്കും. തഗ്ലിബു അലൈഹി ആഖിറ ഉംരി, അവസാനം എന്താണെന്നറിയാമോ, ആ ഒരു ഗുണം അയാളുടെ മേൽ അവസാന ടൈമിൽ, അയാളുടെ ആയുഷ്കാലത്തിന്റെ ഒടുവിൽ അത് മികച്ച് വിജയിച്ചു വരും. അങ്ങനെ വരുമ്പോ തൂജബുലു ഹുസ്നുൽ ഖാത്തിമ, അയാൾക്ക് അവസാനം നന്നായി മരിക്കുക എന്നുള്ള ഒരു ഗുണമായി. അപ്പൊ തൂജിബുലു ഹുസ്നുൽ ഖാത്തിമത്തി, അപ്പൊ ഈ ഗുണം, രഹസ്യമായി ഒളിഞ്ഞു നിൽക്കുന്ന ഈ ഗുണം അവസാനം നല്ലവരായി മരിക്കുക എന്നതിനെ നിർബന്ധമാക്കി സ്ഥിരപ്പെടുത്തി തരും. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കഥകൾ അർത്ഥം.
അബ്ദുൽ അസീസ് അബി റവാസ് എന്ന് പറയുന്ന ആൾ ഉദ്ധരിക്കുന്നു. ഖാലാമാൻ പറയാ ഹളർത്തു ഇന്ദ മുഹ്തദിരിൻ, ഒരു മരണം ആസന്നമായ ആളുടെ അടുക്കൽ ഞാൻ സന്നിഹിതനായി. ലുക്കിന ഷഹാദത്തേനി, അയാൾക്ക് 2 ഷഹാദത്ത് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കപ്പെടുന്നുമുണ്ട്. അപ്പൊ കാല, അപ്പൊ അയാൾ പറയാണ് ഉവ കാഫിറും ബിഹിമാ, ഇത് 2 കൊണ്ടും അയാൾ എന്താണ് നിഷേധിയാകുന്നു എന്ന് പറഞ്ഞു. ഫസഅല അൻഹു, അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി. ഫൈദൻ ഹുവ മുദ്മിൻ ഖംർ, അപ്പൊ എന്താ അതിന് പറഞ്ഞത്? രഹസ്യമായി അയാള് മദ്യപിക്കാറുണ്ട്, മതോന്മത്തനാണ് എന്ന് പറഞ്ഞു. അപ്പൊ കാന അബ്ദുൽ അസീസ് യഖൂൽ, അബ്ദുൽ അസീസ് പറയുന്നു ഇത്തഖു ദുനൂബ ഫഇന്നഹ അയ്യല്ലതി ഔഖഅതുഹു, പാപങ്ങളൊക്കെ നിങ്ങൾ നല്ലോണം പേടിച്ചോളെ. കാരണം പാപങ്ങൾ എന്ന് പറയുന്നത് അത് അവനെ നരകത്തിലേക്ക് തള്ളി വീഴ്ത്താൻ പറ്റുന്ന സംഗതിയാണ് അതൊക്കെ. അപ്പൊ ആ പാപത്തെ പേടിച്ചോളണം എന്ന്. അപ്പൊ ഇത് രഹസ്യമായിരിക്കുന്ന കാര്യമാണ്, അള്ളാഹ്ക്കെ തീരുമാനിക്കാൻ കഴിയുമോ? അപ്പൊ അതാണ് രഹസ്യം പരസ്യം തമ്മിൽ മാറ്റമുണ്ടാവും. അഖ്റജൽ ഇമാമു അഹ്മദ് വത്തുർമദിയോ, ഈ 2 ഇമാമിനെ പുറപ്പെടുവിക്കുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുക്തിറു ഫി ദുആഇഹി, മഹാനവറുകൾ അവിടുത്തെ പ്രാർത്ഥന അധികമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന, എപ്പോഴും നബി തങ്ങൾ അധികവും ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹുവേ, എന്റെ ഹൃദയത്തെ നിന്റെ പരിശുദ്ധ ദീന്റെ മുന്നിൽ ഉറപ്പിച്ചു തരണേ എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാചാട്ടമുണ്ടാവാത്തത് ഉറപ്പ് നൽകണേ അല്ലാഹ്. അപ്പൊ കീലഹു യാ റസൂൽ അല്ലാഹ്, അപ്പൊ സംശയം ചോദിക്കപ്പെടുകയുണ്ടായി നബിനോട്, നബിയെ ആമന്നാ ബിക വബിമാ ജിഅത ബിഹി, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ കൊണ്ടുവന്ന കാര്യം അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ പല തഖാഫു അലൈന, അങ്ങ് ഞങ്ങളെ മേൽ പേടിക്കുകയാണോ എന്ന് നബിനോട് ചോദിച്ചു. അപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതെ എനിക്ക് പേടിയുണ്ട്. കാരണം ഇന്നൽ ഖുലൂബ ബൈന ഇസ്ബൈനി മിൻ അസാബിഇല്ലാഹി അസ്സ വജല്ല യുഖല്ലിബുഹാ കൈഫ യശാ, മനുഷ്യന്റെ ഹൃദയങ്ങൾ മുഴുവനും ആരുടെ കയ്യിലാണെന്ന് അറിയാമോ? അല്ലാഹു തആലാന്റെ കഴിവിലാണ്. അല്ലാഹുക്ക് വിരലുകളൊന്നുമില്ലല്ലോ, അവിടെ ഹഖീഖിയമായൊന്നും അല്ല. പിന്നെന്താണ് ഒരു മനുഷ്യന്റെ കയ്യിലിട്ട് കളിപ്പിക്കുമ്പോൾ ഉദാഹരണമായി പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അല്ലാഹു തആലാന്റെ ഖുദ്റത്തിലാണ് നിൽക്കുന്നത്, അള്ളാഹിന്റെ അധീനതയിലാണ് ഹൃദയങ്ങൾ. അത് അല്ലാഹു തആല എങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നുവോ ആ വിധത്തിലൊക്കെ ഹൃദയത്തെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കും. ഇത് അപകടമാണ്. ഇത് അല്ലാഹു തആല തീരുമാനങ്ങളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നബി തങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കാറുള്ളത്. അപ്പൊ നമുക്കൊന്നും ഉറപ്പിക്കാൻ കഴിയൂല, അള്ളാഹിന്റെ അടുത്താണ് നമ്മൾ ചെയ്യാന്ന് മാത്രം. അഖ്റജ മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഇന്ന ഖുലൂബ ബനി ആദമ, ആദം സന്തതിയുടെ ഹൃദയങ്ങൾ കുല്ലകാതും മുഴുവനും ബൈന ഇസ്ബൈനി മിൻ അസാബിർ റഹ്മാനി അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഖുദ്റത്തിൽപ്പെട്ട 2 വിരലുകളിൽ തന്നെ ഖുദ്റത്തുകൾക്ക് ഇടയിലാണതുള്ളത്. അത് കൽബിൻ വായ്, ഒരേ ഒറ്റ ഹൃദയമാണ് ഈ ലോകത്തുള്ള എല്ലാവരുടെ ഹൃദയം കൂട്ടിയാലും. യസ്രിഫു വൈദു യശാ, അല്ലാഹു ഉദ്ദേശപ്രകാരം അത് തിരിക്കും. സുമ്മ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ മുസദ്ദിബൽ ഖുലൂബി സദ്ദിബ് ഖുലൂബന അലാ ത്വാഅതിക എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സദ്ദിദ് ഖുലൂബന അലാ ദീനിക് വയാ അല്ലാഹുമ്മ മുസദ്ദിബൽ ഖുലൂബ് സദ്ദിബ് ഖുലൂബന അലാ ത്വാഅതിക എന്ന് ആയിരിക്കാം. അല്ലാഹുവേ, ഹൃദയങ്ങളെ കൈകാര്യം ചെയ്യുന്ന അല്ലാഹ്, ഞങ്ങളെ ഹൃദയത്തെ നീ തിരിച്ചുവിടണേ അലാ ത്വാഅതിക, നിനക്ക് ആരാധിക്കുന്നതിന് മേൽ ഞങ്ങൾ തിരിച്ചുവിടണേ അല്ലാഹ്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ നബിതങ്ങൾ നടത്താൻ കാരണം എന്താ? അതൊക്കെ അള്ളാഹിന്റെ മുൻകൂട്ടിയുള്ള തീരുമാനമാണ്. അല്ലാഹ് എങ്ങനെയാണോ ഉദ്ദേശിച്ച് അങ്ങനെ നടക്കുകയുള്ളൂ. അതിന് ഹൃദയം അള്ളാഹിന്റെ കയ്യിലാണ്. ആ ഹൃദയത്തെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിലൂടെ കൈകാര്യം ചെയ്യണം എന്നർത്ഥം. അതാണ് അവിടെ പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് 4 ഹദീസിന്റെ വ്യാഖ്യാനം ഇവിടെ പൂർത്തിയായി. ഇനി നമുക്ക് അടുത്ത് വരാനുള്ളത് 5-ാമത്തെ ഹദീസാണ്. ആ 5-ാമത്തെ ഹദീസിന്റെ വ്യാഖ്യാനം എന്തായിരിക്കും? എന്താണ് ആ 5-ാമത്തെ ഹദീസ്? എന്താണ് അതിന്റെ പ്രതിപാദ്യ വിഷയം? ഇൻഷാ അല്ലാഹ് നമുക്ക് ശ്രവിക്കാം, തുടർന്ന് കേൾക്കാം. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും തന്ന് നമുക്ക് നല്ല ബുദ്ധിയും തന്ന് ദീനിൽ അടിയുറച്ച് വിശ്വസിച്ച് ഹദീസിൽ പറയുന്ന കാര്യങ്ങൾ കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു തുണയേകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.